ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തേതൊരു റിവിഷൻ ക്ലാസ് ആണ്. നമ്മുടെ ക്ലാസ് 6 ബേസിക് സയൻസിലെ ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ചേഞ്ചസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ് ആണ് നമ്മുടെ ഐസ് എന്ന് പറയുന്നത്, ലിക്വിഡ് നമ്മുടെ വേപ്പറാണ്, ഗ്യാസ് നമ്മുടെ വാട്ടർ വേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ്. അപ്പോൾ സോളിഡ്, ഐസ്, ലിക്വിഡായിട്ട് വരുന്നതാണ് നമ്മുടെ വാട്ടർ, ഗ്യാസ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ വാട്ടർ വേപ്പർ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാട്ടർ ചേഞ്ചസ് ഫ്രം വൺ ടു അനദർ. ഐസ് വാട്ടർ ആവുന്ന പ്രോസസ്സാണ് നമ്മുടെ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. വാട്ടർ വേപ്പർ ആവുന്ന പ്രോസസ്സാണ് നമ്മുടെ ഇവാപ്രേഷൻ. വേപ്പർ വാട്ടർ ആവുന്ന പ്രോസസ്സാണ് കണ്ടൻസേഷൻ. വാട്ടർ ഐസ് ആവുന്ന പ്രോസസ്സാണ് ഫ്രീസിങ് എന്ന് പറയുന്നത് കേട്ടോ. വാട്ടർ ഐസ് ആവുന്ന പ്രോസസ്സ് ഫ്രീസിങ്. വെൻ വാട്ടർ ചേഞ്ചസ് സ്റ്റേറ്റ് ഡസ് ദ സബ്സ്റ്റൻസ് ചേഞ്ച്? നോ. വാട്ടർ വേറെ സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ സബ്സ്റ്റൻസ് ചേഞ്ച് ആവുന്നില്ല. അത് എന്താണ്? വാട്ടർ തന്നെയാണ്. വാട്ടറിൻ്റെ 3 ഫോംസ് ആവുന്നേ ഉള്ളൂ. സോ അവിടെ നടക്കുന്ന ഒരു ചേഞ്ചിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഫിസിക്കൽ ചേഞ്ച് എന്നുള്ളത് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അങ്ങനെ ഒരു വൺ വേർഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. വാട്ട് ഡു വി ഡു വിത്ത് ബ്രോക്കൺ പ്ലാസ്റ്റിക് ഐറ്റംസ്? ബ്രോക്കൺ പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? മേക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കും. ഗീവ് ദം ടു ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കും. സെൻഡ് ഫോർ റീസൈക്ലിംഗ് ചെയ്യും അല്ലേ. ഇത് മൂന്നുമാണ് നമ്മൾ പ്ലാസ്റ്റിക് ഐറ്റംസ്, ബ്രോക്കൺ പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ടു മേക്ക് ന്യൂ യൂസ്ഫുൾ പ്രൊഡക്ട്സ്. പുതിയ ഉപകാരപ്പെടുത്തുന്ന പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നമ്മൾ എന്താക്കും? ന്യൂ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടാക്കും. അയേണും ബ്രാസും അലുമിനിയവും അങ്ങനെ ചേഞ്ച് ചെയ്യും. അടുത്തത് റീയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഐറ്റംസ് പിന്നെയും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്, വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താക്കും? ഫ്ലവർ പോട്ട് ആക്കും. ഓൾഡ് ക്ലോത്ത്സ് എന്താക്കും? ക്ലീനിങ് ക്ലോത്ത് ആക്കും. ഓൾഡ് ജാർസ് എന്താക്കും? സ്റ്റോറേജ് കണ്ടെയ്നർ ആക്കും. അപ്പോൾ റീയൂസ് ആണ് കേട്ടോ. റീയൂസിനെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുള്ള എക്സാമ്പിൾ കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബേണിംഗ് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസസ്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? പോയിസണസ് ഗ്യാസസ് ഉണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ടാവും, ഹാം ടു ലിവിങ് ബീയിങ്സിന് ഹാം ആണ് അല്ലേ പ്ലാസ്റ്റിക് കത്തിക്കുന്നത്. പോയിസണസ് ഗ്യാസ് ഉണ്ടാവും, എയർ പൊല്യൂഷൻ ഉണ്ടാവും, അതുപോലെ ലിവിങ് ബീയിങ്സിന് ഹാംഫുൾ ആണ് നമ്മുടെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത്. ബേണിംഗ് ഓഫ് പേപ്പർ ആൻഡ് വുഡ്. പേപ്പറും വുഡും ബേൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? വെൻ പേപ്പർ ബേൺസ്, പേപ്പറും എന്താവും? ആഷ് പ്ലസ് സ്മോക്കാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ന്യൂ സബ്സ്റ്റൻസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ വുഡ് ബേൺ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? വുഡ് എന്ന് പറയുന്നത് ആഷ് പ്ലസ് ഹീറ്റ് പ്ലസ് ലൈറ്റ് ആണ്. അടുത്തതൊരു എക്സ്പീരിമെൻ്റ് ആണ്. നമ്മുടെ ഷുഗർ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓൺ മൈൽഡ് ഹീറ്റിംഗ്. ലൈറ്റായിട്ട് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷുഗർ മെൽറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കളർ സ്ലൈറ്റ്ലി ചേഞ്ചസ്, കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. പിന്നെ ഓൺ ഫർദർ ഹീറ്റിംഗ്, നന്നായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ബ്രൗൺ കളർ അല്ലെങ്കിൽ കാരമൽ ആയിട്ട് മാറുന്നു അല്ലേ, ടേൺസ് ബ്രൗൺ. പിന്നെ ഓൺ പ്രൊലോങ്ഡ് ഹീറ്റിംഗ്, നന്നായിട്ട് ഹീറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്? ബ്ലാക്ക് ആവും. ബിക്കംസ് ചാർക്കോൾ ലൈക്ക് സബ്സ്റ്റൻസ്, ടേസ്റ്റ് ചേഞ്ച് ചെയ്യും, കളർ ചേഞ്ച് ചെയ്യും, ന്യൂ സബ്സ്റ്റൻസസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. കനോട്ട് ടേൺ ബാക്ക് ഇൻ ടു ഷുഗർ. പിന്നെ അത് നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ ഷുഗറിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്.
ഒരു എക്സ്പീരിമെൻ്റ് ആണ് ബേണിംഗ് മാഗ്നീഷ്യം റിബൺ. മാഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാഗ്നീഷ്യം റിബൺ ബേൺസ് വിത്ത് ബ്രൈറ്റ് വൈറ്റ് ഫ്ലെയിം. ഒരു ബ്രൈറ്റ് വൈറ്റ് ഫ്ലെയിമിൽ കത്തിക്കുക. വൈറ്റ് പൗഡറാണ് അവിടെ ഫോം ചെയ്യുന്നത്. അതാണ് മാഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ എക്സ്പീരിമെൻ്റ് ആയിട്ട് ചോദിച്ചാൽ പറയേണ്ടതാണ് കേട്ടോ. കത്തിക്കുമ്പോൾ ഫോം ചെയ്യുന്നത് ഒരു വൈറ്റ് പൗഡറാണ്. അതിനെയാണ് നമ്മൾ മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്താണ്? വെൻ അയൺ ഈസ് എക്സ്പോസ്ഡ് ടു എയർ ഓർ മോയ്സ്ചർ ഇറ്റ് ഫോംസ് റസ്റ്റ്. അത് എന്തുണ്ടാക്കും? റസ്റ്റ് ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ന്യൂ സബ്സ്റ്റൻസസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് കേട്ടോ. അയൺ ഓക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. കളറ് ചേഞ്ച് ചെയ്യും. ഒറിജിനൽ പഴയ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റില്ല. കാരണം അവിടെ പെർമനൻറ്റ് ചേഞ്ച് ആണ് നടക്കുന്നത്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയും. അടുത്തത് മിൽക്ക് ടേണിങ് ഇൻ ടു കേർഡ്. മിൽക്ക് ചേഞ്ചസ് ഇൻ ടു കേർഡ്. അവിടെ എന്താ ഉണ്ടാവുന്നത്? ടേസ്റ്റ് ചേഞ്ച് ചെയ്യും, സ്മെല്ല് ചേഞ്ച് ചെയ്യും. ന്യൂ സബ്സ്റ്റൻസസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. കനോട്ട് ചേഞ്ച് ബാക്ക് ടു മിൽക്കായിട്ട് മാറില്ല. അപ്പോൾ അവിടെ പെർമനൻറ്റ് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്, കെമിക്കൽ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. അതായത് പാല് തൈരാവുന്ന പ്രോസസ്സ് എന്ത് ചേഞ്ച് ആണെന്ന് ചോദിച്ചാൽ കെമിക്കൽ ചേഞ്ച് ആണെന്ന് പറയണം. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട് പഴുപ്പിക്കുന്നതോ റോ ഫ്രൂട്ട് റൈപ്പ് ഫ്രൂട്ടായിട്ട് മാറും. അപ്പോൾ അവിടെ കളറ്, ടേസ്റ്റ്, സ്മെല്ല് എല്ലാം ചേഞ്ച് ചെയ്യും. പുതിയൊരു സബ്സ്റ്റൻസ് ആണ് ഫോം ചെയ്യുന്നത്. അതും കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. കാരണം പെർമനൻറ്റ് ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത് അല്ലേ. പഴുത്ത ഒരു ഫ്രൂട്ടിനെ നമുക്ക് വീണ്ടും പച്ചയാക്കാൻ ഒരിക്കലും പറ്റില്ല. ഫിസിക്കൽ ചേഞ്ച് ഓൺലി ഷേപ്പ്, സൈസ് ഓർ സ്റ്റേറ്റ് ചേഞ്ചസ്. അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യും, സൈസ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. പുതിയ സബ്സ്റ്റൻസസ് ഒന്നും ഫോം ചെയ്യണില്ല. യൂഷ്വലി ടെമ്പററി ആയിരിക്കും, മോസ്റ്റ്ലി റിവേഴ്സിബിൾ ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാണ്. ഫിസിക്കൽ ചേഞ്ചിൽ എന്താ ഉണ്ടാവുക? സ്റ്റേറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, പുതിയ സബ്സ്റ്റൻസസ് ഒന്നും ഫോം ചെയ്യില്ല. അപ്പം അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മെൽറ്റിംഗ് ഐസ്, ബ്രേക്കിംഗ് ഗ്ലാസ്, മെൽറ്റിംഗ് വാക്സ്, ഫോൾഡിംഗ് പേപ്പർ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം തന്നിട്ട് അവിടെ നടക്കുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം. അവിടെ നടക്കുന്ന ചേഞ്ച് എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അറിയണം അല്ലേ. ചിലപ്പോൾ വല്ല എക്സ്പീരിമെൻറ്റ് മോഡലിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് അറിയണം. അടുത്ത കെമിക്കൽ ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ചിൽ എന്താ ഉണ്ടാവുന്നത്? പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യും. പെർമനൻറ്റ് ചേഞ്ച് ആണ് നടക്കുന്നത്. ഇറവേഴ്സിബിൾ ആണ്. ഹീറ്റ്, ലൈറ്റ്, ഗ്യാസ് മേ ബി പ്രൊഡ്യൂസ്ഡ്. ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത കെമിക്കൽ ചേഞ്ചിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പേപ്പർ ബേൺ ചെയ്യുന്നത്, അയൺ, റസ്റ്റിംഗ് അയൺ, അതുപോലെ മിൽക്ക് കേട് ആവുന്നത്, ഫ്രൂട്ട് റൈപ്പനിങ്. അപ്പോൾ ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മേ ബി എക്സ്പീരിമെൻ്റൽ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം കേട്ടോ. അടുത്തത് ബേണിംഗ് ക്യാൻഡിൽ. ക്യാൻഡിൽ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബേണിംഗ് ക്യാൻഡിൽ രണ്ട് ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചും വാക്സ് മെൽറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ചേഞ്ചാണ് നടക്കുള്ളൂ. നമുക്ക് ഒരു ക്യാൻഡിലിനെ ഉരുക്കി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ക്യാൻഡിലായിട്ട് തന്നെ യൂസ് ചെയ്യാം. വാക്സ് ബേണിംഗ് കത്തിക്കുകയാണെന്നുണ്ടെങ്കിലോ കെമിക്കൽ ചേഞ്ച്, അത് തീർന്നു പോവില്ലേ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തത് വാട്ട് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്? എ ചേഞ്ച് ഇൻ വിച്ച് ഓൺലി സൈസ്, ഷേപ്പ് ഓർ സ്റ്റേറ്റ് ചേഞ്ചസ് ആൻഡ് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഒന്നെങ്കിൽ സൈസോ ഷേപ്പോ അല്ലെങ്കിൽ സ്റ്റേറ്റോ ചേഞ്ച് ചെയ്യാം. അവിടെ പുതിയ സബ്സ്റ്റൻസസ് ഒന്നും ഫോം ചെയ്യില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പറഞ്ഞിരിക്കുക കേട്ടോ എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് വാട്ട് ഈസ് എ കെമിക്കൽ ചേഞ്ച്. എ ചേഞ്ച് ഇൻ വിച്ച് എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ആൻഡ് ദ ചേഞ്ച് ഈസ് പെർമനൻറ്റ്. പുതിയ ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് എന്ത് പറയാം? ആ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണെന്ന് പറയാം. ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് വൈ ഷുഡ് വി അവോയ്ഡ് ബേണിംഗ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യുന്നത്? ബേണിംഗ് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസസ് ഹാംഫുൾ ഗ്യാസസ് ആൻഡ് കോസസ് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ്
അതായത് ഗ്യാസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, അത് പൊല്യൂഷന് കാരണമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളോട് പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയുന്നത്. അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ക്രിയേറ്റ് ചെയ്യും കേട്ടോ. Why is recycling important? It reduces wastes and protects the environment. നമ്മൾ റീസൈക്ലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എൻവയോൺമെൻറ്റിനെ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി പറ്റും. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് എന്താണ് നടക്കുന്നത്? പ്ലാന്റ്സ് ടേക്ക് കാർബൺ ഡയോക്സൈഡ് ഫ്രം എയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എടുക്കും. പ്ലാന്റ്സ് ടേക്ക് വാട്ടർ ഫ്രം സോയിലിൽ നിന്ന് വാട്ടർ എടുക്കും. അതുപോലെ സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും പ്രസൻസിൽ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് ലീഫിൽ. അപ്പോൾ അടുത്തത് എനർജി ചേഞ്ച് ഇൻ പ്ലേസ്. പ്ലാന്റ്സ് സോളാർ എനർജി, അതായത് ലൈറ്റ് എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറും ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സോ എനർജി ചേഞ്ച് ക്യാൻ ഹാപ്പൻ ഇൻ പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട്? എനർജി ചേഞ്ച് നടക്കുന്നുണ്ട് കേട്ടോ. സോളാർ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറും. വൈ ഡസ് എ ഫയർഫ്ലൈ ഗ്ലോ? എന്തുകൊണ്ടാണ് ഒരു ഫയർഫ്ലൈ ഗ്ലോ ചെയ്യുന്നത്? എ ഫയർഫ്ലൈ പ്രൊഡ്യൂസസ് ലൈറ്റ് ഫ്രം ഇറ്റ്സ് ബോഡി. നമ്മൾ മിന്നാമിനിങ്ങിൽ അതിൻ്റെ ബോഡിയിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ബയോലൂമിനസെൻസ്. എന്താണ് പറയുക? ബയോലൂമിനസെൻസ് എന്നാണ് പറയുക ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ. അടുത്തത് എനർജി ചേഞ്ച് ഇൻ ഫയർഫ്ലൈയിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്തൊക്കെയാണ്? കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ലൈറ്റ് എനർജി ആയിട്ട് മാറും. കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ലൈറ്റ് എനർജി ആയിട്ട് മാറും. അവിടെ കുറച്ച് ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെന്താണ് പറയുക? കോൾഡ് ലൈറ്റ് എന്നാണ് പറയുക കേട്ടോ. അതിനെ പറയുന്നത് കോൾഡ് ലൈറ്റ് എന്നാണ്. വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദ ബോഡി? അപ്പോൾ ബോഡിയുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? കെമിക്കൽ സബ്സ്റ്റൻസസ് റിയാക്ട് വിത്ത് ഓക്സിജനായിട്ട് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഹീറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. വാട്ട് എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ എ ഫയർഫ്ലൈയുടെ അകത്ത് എന്ത് എനർജി ചേഞ്ച് ആണ് നടക്കുന്നത്? ഇൻ എ ഫയർഫ്ലൈ കെമിക്കൽ എനർജി ചേഞ്ചസ് ഇൻ ടു ലൈറ്റ് എനർജി. കെമിക്കൽ എനർജി എന്തായിട്ട് മാറും? ലൈറ്റ് എനർജി ആയിട്ട് മാറും. ഇൻ എ ഫയർഫ്ലൈ കെമിക്കൽ എനർജി ചേഞ്ചസ് ഇൻ ടു ലൈറ്റ് എനർജി. അപ്പോൾ ഇലക്ട്രിക് ബൾബ് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നതിനെയാണ് അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് ആണ് കേട്ടോ പറഞ്ഞത്. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ലൈറ്റ് എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി അവിടെ നടക്കുന്നത് ലൈറ്റ് എനർജി ആയിട്ട് മാറും. ആ ഒരു എനർജി ചേഞ്ച് പഠിച്ചു വെക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഡിവൈസ് തന്നിട്ട് അതിൽ നടക്കുന്ന എനർജി ചേഞ്ചസ് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് അറിയണം. ഇലക്ട്രിക് ഫാനിൽ എന്താണ് നടക്കുന്നത്? ഫാന് തിരിയാണ് അല്ലേ? അപ്പോൾ അത് ആലോചിച്ചാൽ മതി. നമ്മൾ കറൻറ്റ് കൊടുക്കുന്നുണ്ട്, ഫാൻ തിരിയുമ്പോൾ അവിടെ മെക്കാനിക്കൽ വർക്കാണ് നടക്കുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ടെലിവിഷനിൽ എന്താണ് നടക്കുന്നത്? നമുക്ക് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും അല്ലേ? സോ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി പ്ലസ് സൗണ്ട് എനർജി ആയിട്ടാണ് മാറുന്നത് കേട്ടോ. ടെലിവിഷനിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി പ്ലസ് സൗണ്ട് എനർജി ആയിട്ടാണ് മാറുന്നത്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് ഇലക്ട്രിക് അയേണിൽ എന്താണ് മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക് അയേണിൽ എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് അയേൺ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നതാണ് ഇലക്ട്രിക് അയേൺ. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് സോളാർ കാൽക്കുലേറ്റർ ആണ്. സോളാർ കാൽക്കുലേറ്ററിൽ എന്താണ് നടക്കുന്നത്? സോളാർ എനർജി, അതായത് നമ്മുടെ സൺലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. സോളാർ എനർജി, നമ്മുടെ സൺലൈറ്റ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നതാണ് സോളാർ കാൽക്കുലേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്.
അടുത്തത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന അവിടെ മൊബൈൽ ഫോണിൽ എന്താണ് ഇലക്ട്രിക് എനർജി സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർഡ് ആസ് കെമിക്കൽ എനർജി ആയിട്ട് മാറും. മൊബൈൽ ഫോണ് ചാർജ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന എനർജി കൺവേർഷൻ ആണ് അവിടെ പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് എ ഫിലമെന്റ് ബൾബ്? ഒരു ഫിലമെന്റ് ബൾബ് എന്ന് പറയുന്നത് എന്താണ്? എ ഫിലമെന്റ് ബൾബ് ഈസ് എ ബൾബ് ഇൻ വിച്ച് എ തിൻ ടങ്സ്റ്റൺ ഫിലമെന്റ് ഗ്ലോസ് വെൻ ഇലക്ട്രിക് കറന്റ് പാസ് ത്രൂ ഇറ്റ്. ഇലക്ട്രിക് കറന്റ് അതിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു തിൻ ടങ്സ്റ്റൺ ഫിലമെന്റ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും? കത്തുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഫിലമെന്റ് ബൾബിൽ നടക്കുന്നത്. അടുത്തത് വാട്ട് എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ എ ഫിലമെന്റ് ബൾബ്? ഫിലമെന്റ് ബൾബിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി പ്ലസ് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. എന്താണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ ലൈറ്റ് എനർജി പ്ലസ് ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. അതാണ് നമ്മുടെ ഫിലമെന്റ് ബൾബിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് എ CFL? CFL എന്ന് പറഞ്ഞാൽ എന്താണ്? CFL സ്റ്റാൻഡ്സ് ഫോർ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്. CFL എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ലൈറ്റ് യൂസിങ് ഫ്ലൂറസെന്റ് കോട്ടിംഗ് ആൻഡ് ഗ്യാസ് ഇൻസൈഡ് ദ ട്യൂബ്. അതെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്ലൂറസെന്റ് കോട്ടിംഗ്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തുപയോഗിച്ചിട്ട്? ഫ്ലൂറസെന്റ് കോട്ടിംഗ് ഉപയോഗിച്ചിട്ട്. ഇനി CFL നടക്കുന്ന എനർജി ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്ത് എനർജി ചേഞ്ച് ആണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. ശ്രദ്ധിക്കുക, CFL നടക്കുന്ന എനർജി ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇവിടെ ഫിലമെന്റ് ലാമ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് ബൾബ് സേവ്സ് മോർ എനർജി? ഏത് ബൾബാണ് മോർ എനർജി സേവ് ചെയ്യുന്നത്? CFL ഓർ ഫിലമെന്റ് ബൾബ്? CFL ആണോ ഫിലമെന്റ് ബൾബാണോ? CFL ആണ് മോർ എനർജി സേവ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് മോർ ലൈറ്റ് ആൻഡ് ലെസ് ഹീറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എടുത്ത് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് മോർ എനർജി സേവ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് ബൾബാണ്? CFL ആണ്. അത് കൂടുതൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് ഹീറ്റുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈ ഈസ് CFL മോർ എഫിഷ്യൻ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? അത് മോർ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അടുത്തത് വാട്ട് ഈസ് ആൻ LED ബൾബ്? എന്താണ് LED ബൾബ്? LED ബൾബിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ് കേട്ടോ. LED ബൾബിൻ്റെ ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇറ്റ് ഈസ് എ മോഡേൺ ഇലക്ട്രിക് ബൾബ് ദാറ്റ് പ്രൊഡ്യൂസസ് ലൈറ്റ് യൂസിങ് എ സെമി കണ്ടക്ടർ ഡയോഡ്. ഒരു സെമി കണ്ടക്ടർ ഡയോഡ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൾബാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നല്ല എനർജി എഫിഷ്യൻ്റ് ആണ്, കുറച്ച് ഹീറ്റാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, കുറേ കാലം ഉപയോഗിക്കാം, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്, ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ പൊതുവെ കുറവാണ് നമ്മളത് LED യൂസ് ചെയ്യുകയാണെങ്കിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലാണ്. ഒരുപാട് എക്സ്പീരിമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ചാപ്റ്ററാണ്. എല്ലാ എക്സ്പീരിമെൻറ്റ്സും വായിച്ചിട്ട് പോവുക. എന്തായാലും ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുനിന്ന് തന്നെ ചോദിക്കുള്ളൂ, പുറമേ നിന്നൊന്നും ചോദിക്കില്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടി നന്നായിട്ട് വായിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടു പോവാതെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഈ റിവിഷൻ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ നോക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക്